നിങ്ങളുടെ കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണു തുറക്കാൻ പറ്റാത്ത രീതിയിൽ പീള കെട്ടി ഇരിക്കാറുണ്ടോ? പേടിച്ച് കണ്ണിൽ എന്തെങ്കിലും ഒഴിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ചെറിയ അബദ്ധം കുഞ്ഞിൻ്റെ കാഴ്ചയെ തന്നെ ബാധിച്ചേക്കാം. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് കുഞ്ഞിൻ്റെ കണ്ണ് സംരക്ഷണം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണ് പീള കെട്ടി ഒട്ടിയിരിക്കുന്ന പോലെ നമ്മൾ കണ്ട് പല അമ്മമാരും പേടിക്കാറുണ്ട്. അയ്യോ, കുഞ്ഞിന് കണ്ണ് കടുപ്പമാണോ, ചുവപ്പ് നിറമാണല്ലോ കണ്ണിന് എന്നാവും ആദ്യത്തെ ചിന്ത. എന്നാൽ പേടിക്കണ്ട, ഇത് മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്ന ഒരു സാധാരണ അവസ്ഥയാണ്. കണ്ണുനീർ ഒഴുകിപ്പോകേണ്ട ചെറിയ കുഴലുകൾക്ക് തടസ്സം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്താണ് ഇതിന് കാരണം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ മൂലയിൽ നിന്ന് മൂക്കിലേക്ക് കണ്ണുനീർ ഒഴുകിപ്പോകാൻ ചെറിയൊരു വഴിയുണ്ട്. കുഞ്ഞുങ്ങളിൽ ഈ വഴി വളരെ ഇടുങ്ങിയതായിരിക്കും. അതുകൊണ്ട് കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാതെ അവിടെ തന്നെ കെട്ടി നിൽക്കും. ഈ കണ്ണുനീർ ഉണങ്ങുമ്പോഴാണ് പീളയായി മാറുന്നത്. ഇത് ഒരസുഖമല്ല. കുഞ്ഞു വളരുന്നതോടെ ഈ തടസ്സം തനിയെ മാറിക്കൊള്ളും. എങ്ങനെ നമുക്ക് കണ്ണ് വൃത്തിയാക്കാം? ഇനി ഇത് എങ്ങനെ വൃത്തിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുക. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മുക്കിയ വൃത്തിയുള്ള പഞ്ഞി ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ഉൾഭാഗത്ത് നിന്ന്, അതായത് മൂക്കിനോട് ചേർന്ന ഭാഗത്ത് നിന്ന് പതുക്കെ പുറത്തേക്ക് തുടയ്ക്കുക. ഒരു തവണ തുടച്ച പഞ്ഞി വീണ്ടും ഉപയോഗിക്കരുത്. ഓരോ തവണയും പുതിയ പഞ്ഞി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബ്ലോക്ക് മാറാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് മസാജ് ചെയ്യുകയാണ്. കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഇടയിലുള്ള ആ മൂലയിൽ വിരൽ പതുക്കെ അമർത്തി താഴേക്ക് തടവുക. ഇതിനെയാണ് ലാക്രിമൽ സാക് മസാജ് എന്ന് പറയുന്നത്. ദിവസം 4 നേരമെങ്കിലും 10 തവണ വീതം ഇങ്ങനെ ചെയ്യുന്നത് ആ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ഇത് ചെയ്യുമ്പോൾ നഖം മുറിച്ചിട്ടുണ്ടെന്നും കൈകൾ വൃത്തിയുള്ളതാണെന്നും പ്രത്യേകം ഉറപ്പുവരുത്തണം. ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചില പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. കണ്ണിൽ മുലപ്പാൽ ഒഴിക്കാറുണ്ട്. അത് അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഒഴിവാക്കുക. അതുപോലെ കണ്ണിന് ചുറ്റും കടുത്ത ചുവപ്പോ വീക്കമോ കണ്ടാൽ മാത്രം ഡോക്ടറെ കാണിച്ചാൽ മതി. ഈ അറിവ് മറ്റുള്ള അമ്മമാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ആരോഗ്യപരമായ വീഡിയോയ്ക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.